ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ മൂന്നാമത്തെ പാഠം കഴിഞ്ഞ് നാലാമത്തെ പാഠത്തിന്റെ ഏകദേശം കുറച്ച് കണക്കുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. വ്യാപ്തം അഥവാ വോള്യം, അതിന്റെ ഫോർമുലകൾ കുറച്ച് എഴുതിയിരുന്നു. സമവാക്യങ്ങള്, വ്യാപ്തം കാണാനുള്ള സമവാക്യം നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. നീളമാണ് കാണേണ്ടത് എങ്കിൽ വ്യാപ്തം ബൈ വീതി ഇൻറ്റു ഉയരം. വീതിയാണ് കാണേണ്ടത് എങ്കിൽ വ്യാപ്തം ബൈ നീളം ഇൻറ്റു ഉയരം. ഉയരമാണ് കാണേണ്ടത് എങ്കിൽ വ്യാപ്തം ബൈ നീളം ഇൻറ്റു വീതി. മനസ്സിലായി? അത് ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മനസ്സിലായി കാണും അല്ലെ? വോളിയം ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് ഇസ് ഈക്വൽ ടു വോളിയം ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ടീച്ചർ ഈ പറയുന്നതിന്റെ ഒപ്പം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം കേട്ടോ. breadth is equal to volume by length into height. Height is equal to volume by length into breadth. ഇങ്ങനെ 4 സമവാക്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാനുള്ളത്. ആ സമവാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ ലെസണിലെ മുഴുവൻ കണക്കുകളും ചെയ്യാനുള്ളത് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു കുറച്ചും കൂടി വലിയ അളവുള്ള കണക്കുകൾ ചെയ്തു തുടങ്ങി. അതായത് നമ്മൾ കുറച്ചു മുമ്പ് വരെ സെന്റിമീറ്ററിൽ അളവുകൾ തന്നിട്ട് അതിന്റെ വോളിയം കാണാനല്ലേ പഠിച്ചിരുന്നേ? ചെറിയ ചെറിയ അളവുകൾ തന്നിട്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടി വലിയ അളവുകൾ എന്ന് പറഞ്ഞ ഹെഡിങ് എഴുതിയിട്ട് മീറ്ററിൽ അളവുകൾ തന്നാൽ എങ്ങനെയാണ് അത് ചെയ്യുക, അല്ലെങ്കിൽ മീറ്റർ നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കാണാനുള്ള യൂണിറ്റ് എന്താണ് അതിന്റെ യൂണിറ്റ്, അതായത് ആൻസറിന്റെ കൂടെ നമ്മൾ എന്ത് യൂണിറ്റ് എഴുതുക? ചോദ്യം സെന്റിമീറ്ററിലാണെങ്കിൽ ക്യൂബിക് സെന്റിമീറ്റർ അഥവാ ഘന സെന്റിമീറ്ററും, ചോദ്യത്തിൽ മീറ്റർ ആണ് അളവുകൾ തന്നിട്ടുള്ളത് എങ്കിൽ ഉത്തരം ക്യൂബിക് മീറ്റർ അഥവാ ഘന മീറ്ററിലുമാണ് നമ്മൾ വ്യാപ്തം അഥവാ വോളിയം കാണുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ക്യൂബിക് മീറ്ററിലുള്ള ആൻസറിനെ നിങ്ങൾ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആക്കൂ. അതന്നെ പറയുന്ന കണ്ടോ കുട്ടികള്? അതായത് പഠിക്കുന്ന മിടുക്കന്മാരൊക്കെ അപ്പപ്പോ പറയും ടീച്ചറെ ക്യൂബിക് ഘനമീറ്റർ അല്ലെങ്കിൽ ക്യൂബിക് മീറ്ററിലുള്ളതിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ കിട്ടിയ ഉത്തരത്തിനെ 10 ലാഖ് കൊണ്ട് ഗുണിച്ചാൽ മതിയാകും. അല്ല ക്യൂബിക് സെന്റിമീറ്ററിനെ ക്യൂബിക് മീറ്ററിലേക്കാണെങ്കിൽ 10 ലാഖ് കൊണ്ട് ഹരിച്ചാൽ മതിയാകും. അത് ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ല. ടീച്ചർ 10 ലാഖ് കൊണ്ട് ഗുണിക്കുക, അതായത് ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? 10 ലാഖ് കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്കാണ് നമ്മൾ ചെയ്തു വെച്ചത് അല്ലെ? പേജ് നമ്പർ 68 തോന്നുന്നു അല്ലെ? രണ്ടാമത്തെ കണക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണക്കാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ മൂന്നാമത്തെ കണക്കിലേക്ക് നമുക്ക് പോവാം. What is the volume of a piece of wood which is 4 meter long, 1/2 meter wide and 25 centimeter high? എന്താ പറയണത്? ഒരു തടി കഷ്ണത്തിന്റെ നീളം 4 മീറ്റർ ആണ്, വീതി 1/2 മീറ്റർ ആണ്, ഉയരം സെന്റിമീറ്ററിലാ തന്നിരിക്കണേ അല്ലെ? 25 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ആ മരക്കഷ്ണത്തിന്റെ അല്ലെങ്കിൽ തടി കഷ്ണത്തിന്റെ വോള്യം എത്ര? നീളം വീതി ഉയരം തന്നാൽ നമുക്ക് വോള്യം കാണാനുള്ള ഫോർമുല നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിരുന്നു തന്നിരിക്കുന്ന അളവുകളൊക്കെ ഒരേ യൂണിറ്റിലായിരിക്കണം. സെന്റിമീറ്ററിലാണെങ്കിൽ 3 അളവുകളും സെന്റിമീറ്റർ ആകണം, അഥവാ മീറ്ററിലാണെങ്കിൽ 3 അളവുകളും മീറ്ററിലായിരിക്കണം. ഇവിടെ ഒരു അളവ് മാത്രം സെന്റിമീറ്ററിൽ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതെന്താക്കണം? മീറ്ററിലേക്ക് ആക്കണം. അതായത് 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? ഇന്നലെ നമ്മൾ തന്നിരുന്നു 50 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിട്ടാ കിട്ടിയേ? 1/2 മീറ്റർ ആണ്. അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അപ്പോ 1/2 മീറ്റർ എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആവും. അപ്പോ 25 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയായിരിക്കാം? കാൽഭാഗല്ലേ? 1/4 മീറ്റർ. ഇതൊക്കെ ഫ്രാക്ഷനില് ലിറ്റർ മീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു സൈഡിൽ കേട്ടാ. അതൊക്കെ ആ ലെസണിൽ മാത്രം ആവശ്യമുള്ളതല്ല, നമുക്ക് ഇപ്പോഴും ആവശ്യമുള്ളത് തന്നെയാണ്. ഓരോ ലെസണിലും നമുക്ക് മുൻപേ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇവിടെ 25 സെന്റിമീറ്ററിന് തുല്യമായിട്ട് എത്ര മീറ്റർ എന്ന് എഴുതാം?
1/4 1/4 മീറ്റർ എന്ന് എഴുതാം. അപ്പൊ 3 അളവുകൾ മീറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്ക് വോളിയം കണ്ടെത്താനായിട്ട് സാധിക്കും. ദ പ്രൈസ് ഓഫ്, ഇനിയുണ്ട് അതിലൊരു ചോദ്യം കൂടി, എന്ത്? The price of 1 cubic meter of wood is 60,000 rupees. 1 ക്യൂബിക് മീറ്റർ തടി കഷ്ണത്തിന്റെ വില 60,000 രൂപയാണെങ്കിൽ നമ്മൾ എടുത്ത ആ മൊത്തം തടി കഷ്ണത്തിന്റെ വില എത്രയായിരിക്കും? അതായത് നമുക്ക് വോളിയം കണ്ടെത്തുമ്പോൾ എത്രയാണോ കിട്ടുന്നത് ആ സംഖ്യയെ 60,000 60,000 കൊണ്ട് ഇൻഡു ചെയ്താൽ പോരെ? ചെയ്തു തുടങ്ങാം നമുക്ക്. പേജ് നമ്പർ 68-ലെ മൂന്നാമത്തെ കണക്കാണ് ചെയ്തു തുടങ്ങുന്നത്. അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം വിടണം. The length of a piece of wood. The length of a piece of wood is equal to, എത്രയാണ് തന്നിരിക്കുന്നത്? 4 മീറ്റർ. 4 മീറ്റർ. മരകഷ്ണത്തിന്റെ നീളം, മരകഷ്ണത്തിന്റെ നീളം ആണ് 4 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. വീതി, ബ്രെഡ്ത്ത്, മരകഷ്ണത്തിന്റെ തന്നെ എഴുതണം കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതുമ്പോ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതിയാ പോരാ, ലെങ്തി ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. മരകഷ്ണത്തിന്റെ വീതി 1/2 മീറ്റർ, 1/2 മീറ്റർ. മരകഷ്ണത്തിന്റെ ഉയരം, മരകഷ്ണത്തിന്റെ ഉയരം സമം 25 സെന്റിമീറ്റർ ആണ്. അത് എത്ര മീറ്റർ ആയി വരും? 1/4 മീറ്റർ. അതായത് 1 മീറ്റർ 100 സെന്റിമീറ്റർ. ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. 1/4 മീറ്റർ 25 സെന്റിമീറ്റർ. അത് ബ്രാക്കറ്റിലാക്കി എഴുതുക കേട്ടോ. ഇനി എന്താണ്? Therefore, volume is equal to, volume അഥവാ വ്യാപ്തം is equal to L into B into H. അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്ന് മലയാളം മീഡിയംകാരെ എഴുതണം കേട്ടോ. അപ്പൊ 4 into 1/2 into 1/4. That is equal to ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 കിട്ടി, ഡിനോമിനേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 8 കിട്ടി. ഇതിന്റെ ലോവസ്റ്റ് ഫോം എന്ത് വരും? മുകളിലും താഴെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? മുകളിലും താഴെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1/2 ക്യൂബിക് മീറ്റർ, 1/2 ഘന മീറ്റർ. മീറ്ററിലാണ് ചോദ്യം, അതുകൊണ്ട് മീറ്ററിൽ തന്നെ ഉത്തരം എഴുതണം. 1/2 ക്യൂബിക് മീറ്റർ. ഓക്കെ, എഴുതിയോ? അപ്പൊ മുകളിലത്തെ സ്റ്റെപ്പ് ഒന്ന് ഞാൻ മാറ്റോട്ടെ. ഇനി അതിന്റെ വില എത്രയാന്നുള്ളത് മനസ്സിലായല്ലോ അല്ലെ? 1/4 മീറ്റർ ആണ് 25 സെന്റിമീറ്റർ എന്നുള്ളത്. മുകളിലത്തെ സ്റ്റെപ്പ് ഒന്ന് മാറ്റുന്നു കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? നമുക്ക് വോള്യം ആണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് കാണണം? 1 ഘനമീറ്ററിന്റെ വിലയാണ് തന്നിരിക്കുന്നത്. 1 ഘനമീറ്റർ തടി കഷ്ണത്തിന്റെ അഥവാ മര കഷ്ണത്തിന്റെ വില 60,000 60,000 റുപ്പീസ് ആണെങ്കിൽ നമുക്ക് കിട്ടിയ വോള്യം, നമ്മൾ എത്രയാണോ മരകഷ്ണം അല്ലെങ്കിൽ തടി കഷ്ണം വാങ്ങിയത് അതിന്റെ വില എത്ര ആണെന്നാണ് ചോദ്യം. അപ്പൊ അത് എഴുതാം. The price of 1 cubic meter of wood. 1 ഘനമീറ്റർ മരത്തിന്റെ വില, 1 ഘനമീറ്റർ മരകഷ്ണത്തിന്റെ വില അത് തന്നിരിക്കുന്നു. റുപ്പീസ്
എത്ര 60,000 rupees 60,000 എഴുതണേന്റെ ഒപ്പം എഴുതി പോവാട്ടെ അത് മാറ്റോട്ടെ rupees 60,000 therefore the price of 1/2 cubic meter എന്നല്ലേ നമുക്ക് ആൻസർ കിട്ടിയത് അതിന്റെ കയ്യിൽ അറിയണ്ടേ 1/2 cubic meter of wood അര ഘനമീറ്റർ മരകഷ്ണത്തിന്റെ വില അര ഘനമീറ്റർ മരകഷ്ണത്തിന്റെ വില സമം ഇതിന്റെ പകുതിയാണ് അല്ലെങ്കിലോ അര ഇൻറ്റു 60,000 മൾട്ടിപ്ലൈ ചെയ്യല്ലേ വേണ്ടേ അപ്പൊ എന്ത് ചെയ്തു മുകളിലത്തെ മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ 60,000 ബൈ ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല 2 എത്രയാ കിട്ടുക റുപ്പീസ് 30,000 rupees 30,000 rupees 30,000 അഥവാ 30,000 രൂപ എന്നുള്ളത് കിട്ടിയല്ലോ 30,000 രൂപ ഓക്കെ വേഗം എഴുതിയെടുക്കുക സമയം കളയരുത് ഓക്കെ ഇനി നമുക്ക് സൈഡ് ഹെഡിങ് എഴുതുക കപ്പാസിറ്റി അഥവാ ഉള്ളളവ് നമ്മൾ ലെസൺ തുടങ്ങുമ്പോ പറഞ്ഞിരുന്നു വെള്ളം ലിക്വിഡ് ഫോം ആയിട്ടുള്ള ഖരാവസ്ഥയിലുള്ള അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ വ്യാപ്തം അഥവാ വോള്യം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം അതിന്റെ അളവ് അല്ലെങ്കിൽ വലുപ്പം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ലിക്വിഡ് ഫോം ഉള്ള വസ്തുക്കളുടെയും നമുക്ക് എന്തറിയണം വ്യാപ്തം അഥവാ വോള്യം അറിയണം അതിന് പ്രത്യേകമായിട്ട് ഒരു വേർഡാണ് നമ്മൾ ഉപയോഗിക്കുക കപ്പാസിറ്റി അഥവാ അതിന്റെ മലയാളം വാക്ക് ഉള്ളളവ് അപ്പൊ കപ്പാസിറ്റി ഒരു ബക്കറ്റിന്റെ കപ്പാസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ ആ ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്രയോ അതാണ് അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു കുപ്പിയിലുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണോ അതിൽ കുപ്പിയിൽ എത്ര വെള്ളമാണോ കൊള്ളുന്നത് അതാണ് അതിന്റെ കപ്പാസിറ്റി അഥവാ ഉള്ളളവ് അല്ലെങ്കിലോ ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ എന്താണ് ആ ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണോ അതാണ് അതിന്റെ കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞല്ലോ അല്ലെ മാച്ചോട്ടെ ഓക്കെ അപ്പൊ നമ്മൾ സൈഡ് ഹെഡിങ് എഴുതുകയാണ് കപ്പാസിറ്റി അഥവാ ഉള്ളളവ് കപ്പാസിറ്റി അഥവാ ഉള്ളളവ് കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്താണ് കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്നുള്ളത് ഏകദേശം മനസ്സിലായി കാണുമല്ലേ അതായത് ഒരു ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കിന്റെ കപ്പാസിറ്റി എത്ര എന്നൊക്കെ ചോദിച്ചാൽ എന്താ അർത്ഥം അതിൽ ആകെ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണോ അതായിരിക്കും ആ ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ബക്കറ്റിന്റെ കപ്പാസിറ്റി എത്രയാ എന്ന് ചോദിച്ചാൽ ആ ബക്കറ്റിൽ എത്ര വെള്ളമാണോ കൊള്ളുന്നത് അതാണ് അതിന്റെ കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫോർമുലയ്ക്കൊന്നും വ്യത്യാസമില്ല കേട്ടോ എങ്ങനെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ആ ഫോർമുല തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മൾ അതിന് കപ്പാസിറ്റി അഥവാ ഉള്ളളവ് എന്നുള്ള വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ അതിൽ കുറച്ച് റിലേഷൻസ് നമുക്ക് പഠിക്കാം അതായത് നമ്മൾ സെന്റിമീറ്ററിലോ മീറ്ററിലോ ഒന്നും ആവില്ല ലിക്വിഡ് ഫോമുള്ള സാധനങ്ങളെ നമ്മൾ അങ്ങനെയാണ് അളക്കുക ഇപ്പൊ വെള്ളം ഒരു ടാങ്കിലുള്ള വെള്ളത്തിന്റെ അളവ് 25 സെന്റിമീറ്റർ എന്നൊക്കെ പറയൂ നമ്മൾ ഇല്ല എങ്ങനെയാ പറയുള്ളൂ ലിറ്റർ അഥവാ മില്ലി ലിറ്ററിലല്ലേ അളവ് പറയുള്ളൂ അതെ അപ്പൊ അതാണ് ആ കുറച്ച് റിലേഷൻസ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട് എങ്ങനെ അതായത് ടാങ്കിന്റെ നീളവും വീതിയും ഉയരവും ഒക്കെ നമുക്ക് ചിലപ്പോ സെന്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെയാണ് തരിക എന്നിട്ട് അതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്ര അഥവാ ആ ടാങ്കിന്റെ ഉള്ളളവ് അഥവാ കപ്പാസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ നമുക്കത് സെന്റിമീറ്ററിലേക്കല്ല പറയേണ്ടത് അല്ലെ അതായത് അതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് എന്തിലേക്ക് ആക്കേണ്ടി വരും ലിറ്ററിലേക്കോ മില്ലി ലിറ്ററിലേക്കോ ആക്കേണ്ടി വരും അപ്പൊ ആ സെന്റിമീറ്റർ അളവുകളെ ഈ ലിറ്ററിലേക്കോ മില്ലി ലിറ്ററിലേക്കോ മാറ്റണമെങ്കിൽ നമുക്ക് കുറച്ച് റിലേഷൻ ഉണ്ട് കുറച്ച് മുമ്പ് പഠിച്ച പോലെ ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാൻ 10 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെയും
കുറച്ച് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അപ്പൊ അത് എഴുതിക്കോളൂ. 1 liter is equal to 1000 cubic centimeter. 1 ലിറ്റർ 1000 ഘന സെന്റിമീറ്റർ. 1 cubic meter എഴുതിയുള്ള ഒരു പ്രാവശ്യം കേട്ടോ. 1 cubic meter is equal to ഒരുമിച്ച് ഒന്നും കൂടി എഴുതുന്നു കേട്ടോ. 10 lakh cubic centimeter. 1 ഘനമീറ്റർ സമം 10 lakh ഘന സെന്റിമീറ്റർ. ഇനി 1 cubic meter is equal to 1000 liter. ഒരു ഘനമീറ്റർ സമം 1000 ലിറ്റർ. ഇത് നമുക്ക് ഒരുവിധം നന്നായിട്ട് ബൈഹാർട്ടാക്കണം. ലിറ്ററിനെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതുപോലെ ഘനമീറ്റർ ക്യൂബിക് മീറ്ററിലാണ് ഉത്തരം കിട്ടിയത് എങ്കിൽ അതിനെ ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്യൂബിക് മീറ്ററിലുള്ള അളവിനെ ക്യൂബിക് സെന്റിമീറ്ററിലേക്ക് ആക്കണമെങ്കിൽ 10 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ലിറ്ററിനെ ഘന സെന്റിമീറ്റർ ആക്കാൻ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നോട്ട് ബുക്കിലേക്ക് ആക്കുക, ഒരു ബോക്സ് വരയ്ക്കുക. ഇത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കണക്കുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ വേഗം എഴുതിയെടുത്തോളൂ. എന്നിട്ട് പേജ് നമ്പർ 70 പ്രോബ്ലംസ് നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പൊ അതില് ഞാൻ വീണ്ടും പറയുന്നു, എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിക്കണം. ടീച്ചർ അത് വീണ്ടും ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് വീണ്ടും നോട്ടിലേക്ക് പകർത്തി തരേണ്ട കാര്യമില്ല. വിത്ത് ആൻസർ ആണ് ടെക്സ്റ്റിലുള്ളത്. അപ്പൊ അത് പരീക്ഷയാവുമ്പോൾ നന്നായിട്ട് പഠിക്കണം. വീണ്ടും പറയാണ്, ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, പേജ് നമ്പർ 70 ആദ്യത്തെ ചോദ്യം. അപ്പൊ ഇത് ബോക്സിനകത്താക്കി ഇട്ടുല്ലോ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാ. അല്ലാണ്ട് ഓരോ പ്രോബ്ലം കഴിയുമ്പോഴും പേജ് മറച്ചിട്ട് ഇതെന്താ നോക്കല്ല. നമുക്ക് ഈ ലെസണിലെ ഈ ഫോർമുല പഠിച്ച പോലെ തന്നെ ഈ റിലേഷൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്. പേജ് നമ്പർ 70 ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കുന്നു. ഫസ്റ്റ് വൺ, the inner sides of a cubical box are of length 4 centimeters. അതായത് ഒരു സമചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ അകത്തെ നീളവും വീതിയും ഉയരവും 4 സെന്റിമീറ്റർ വീതമാണ്. വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? എങ്കിൽ അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അതിന്റെ ഉള്ളളവ് എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട കാര്യമില്ല. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിക്ക് അതിന്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാപ്തം കാണാനുള്ള, വോള്യം കാണാനുള്ള സമവാക്യം അല്ലെങ്കിൽ ഫോർമുല എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. അപ്പൊ ഇത് ആ ഒരു ക്യൂബിക്കൽ ബോക്സിന്റെ, ചതുരാകൃതിയിലുള്ള ബോക്സിന്റെ നീളവും വീതിയും ഉയരവും ഒക്കെ 4 സെന്റിമീറ്റർ വീതമാണ്. അതുകൊണ്ട് അതിന്റെ കപ്പാസിറ്റി എങ്ങനെ കാണാം? 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പൊ അതിന്റെ കപ്പാസിറ്റി കിട്ടി. ആ കപ്പാസിറ്റി എന്താണ്? അതിന്റെ യൂണിറ്റ് വരിക സെന്റിമീറ്ററിലാണ് ചോദ്യം തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ വോള്യം ക്യൂബിക് സെന്റിമീറ്ററിലാണ് ആൻസർ കിട്ടുന്നത്. ഹൗ മെനി ക്യൂബ്സ് ഓഫ് സൈഡ് 2 centimeters ക്യാൻ ബി സ്റ്റാക്ക്ഡ് ഇൻസൈഡ് ഇറ്റ്? എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 സെന്റിമീറ്റർ വീതം വശങ്ങളുടെ നീളമുള്ള ഒരു എത്ര സമചതുര കട്ടകളാണ് എനിക്ക് അതില്
അടുക്കി നിറച്ചു വെക്കാനായിട്ട് സാധിക്കുന്നത്? എന്താണ് ചോദ്യം? ഒരു ക്യൂബിക്കൽ ചതുരാകൃതിയിലുള്ള ഒരു പെട്ടിയുടെ വശങ്ങളുടെ നീളവും വീതിയും ഉയരവും ഒക്കെ 4 സെന്റിമീറ്റർ വീതമാണ്. അതിലേക്ക് 2 സെന്റിമീറ്റർ വീതം വശങ്ങളുടെ നീളങ്ങളുള്ള എത്ര സമചതുരക്കട്ടകൾ നിറച്ചു വെക്കാൻ സാധിക്കും? അതെങ്ങനെ ചെയ്യും? നമുക്ക് ആദ്യം തന്നെ നമുക്ക് ക്യൂബിക്കൽ ബോക്സിന്റെ വോള്യം കണ്ടെത്താനായിട്ട് നോക്കാം അല്ലെ. മാറ്റാട്ടെ കിട്ടുമല്ലോ അല്ലെ. ആദ്യം തന്നെ നമുക്ക് ചതുരാകൃതിയിലുള്ള പെട്ടിയുടെ വ്യാപ്തം എന്ത് എന്നുള്ളത് ആദ്യം കണ്ടെത്താം. അപ്പൊ പേജ് നമ്പർ 70 ആണ് കേട്ടോ അപ്പൊ ചെയ്യുന്നത്. പേജ് 70-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം എഴുതാനുള്ള സ്ഥലം എഴുതാം. The length of a cubical box. Length of a cubical box is equal to 4 centimeter. ചതുരപ്പെട്ടിയുടെ നീളം ആണ് 4 സെന്റിമീറ്റർ. ഇനി ഞാൻ വീതി എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് എഴുതുന്നു. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോ ബ്രെഡ്ത്ത് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ്, ഹൈറ്റ് ഓഫ് എ ക്യൂബിക്കൽ ബോക്സ് എന്നുള്ള ചതുരപ്പെട്ടിയുടെ നീളം, ചതുരപ്പെട്ടിയുടെ വീതി, ചതുരപ്പെട്ടിയുടെ ഉയരം എന്നുള്ള രീതിയിൽ തന്നെ പരീക്ഷയ്ക്ക് എഴുതണേ, അല്ലെങ്കിൽ മാർക്ക് കുറയ്ക്കും. ബ്രെഡ്ത്ത് is equal to ബ്രെഡ്ത്ത്, വീതി is equal to എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് 4 സെന്റിമീറ്റർ. ഹൈറ്റ് ഉയരം is equal to 4 സെന്റിമീറ്റർ. കപ്പാസിറ്റി അല്ലെ, കപ്പാസിറ്റി ഓഫ് ദി ബോക്സ് പെട്ടിയുടെ കപ്പാസിറ്റി എന്നുള്ളതിന്റെ മലയാളമാണ് കേട്ടോ ഉള്ളളവ്. കപ്പാസിറ്റി ഓഫ് ദി ബോക്സ് is equal to length into breadth into height, അഥവാ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഫോർമുല എല്ലാ കണക്കിലും എഴുതണം കേട്ടോ. 4 ഇൻറ്റു 4 ഇൻറ്റു 4 is equal to 64 ഘന സെന്റിമീറ്റർ. 64 ഘന സെന്റിമീറ്റർ. അപ്പോ നമ്മുടെ ചതുരപ്പെട്ടിയുടെ വ്യാപ്തം അഥവാ കപ്പാസിറ്റി നമുക്ക് കിട്ടി. ഇനി ചോദിച്ചിരിക്കേണ്ടത് എന്താണ്? അതില് 2 സെന്റിമീറ്റർ വീതം വശങ്ങളുടെ നീളമുള്ള എത്ര സമചതുരക്കട്ടകൾ വെക്കാൻ സാധിക്കും? അപ്പൊ ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണെന്ന് കണ്ടെത്തണം. ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം എങ്ങനെയാ കണ്ടെത്തുക? അതായത് വെക്കാൻ നമ്മൾ കുറെ സമചതുരക്കട്ടകൾ അതിൽ വെക്കാൻ പോവാ. അതിൽ ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര എന്നുള്ളത് എങ്ങനെ കാണാം? സമചതുരം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നീളം, വീതി, ഉയരം ഒക്കെ എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോ നമ്മൾ വെക്കാൻ പോകുന്ന ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അതില് the length of one side of a square, the length of one side of a cube, the length of is equal to 2 centimeter. സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം, സമചതുര കട്ടയുടെ ഒരു വശത്തിന്റെ നീളം സമമാണ് 2 സെന്റിമീറ്റർ. Capacity of a cube is equal to 2 into 2 into 2 is equal to 8 cubic centimeter. സമചതുര കട്ടയുടെ ഉള്ളളവ് സമം 8 ക്യൂബിക് സെന്റിമീറ്റർ. സമചതുര കട്ടയുടെ ഉള്ളളവ് ഇത് മാറ്റോട്ടെ.
സമചതുരക്കട്ടയുടെ ഉള്ളളവ് സമം 8 ക്യൂബിക് സെന്റിമീറ്റർ. Therefore, എന്താണ് ലാസ്റ്റ് എന്ത് എഴുതാം? The number of cubes can be stacked inside the box. എന്താ ചെയ്യുക? ഇനി എത്ര ചതുരക്കട്ടകളാണ് ആ ബോക്സിൽ വെക്കാൻ പറ്റുക? നമ്മള് ആ ക്യൂബിക് ബോക്സിന്റെ വോള്യം കണ്ടു, വെക്കാൻ പോകുന്ന ഒരു സമചതുരക്കട്ടയുടെ വോള്യവും കണ്ടു. ഇനി ആ ബോക്സിന്റെ വോള്യത്തിന് ഒരു സമചതുരക്കട്ടയുടെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത്രയും കട്ടകൾ വെക്കാൻ പറ്റുമെന്ന് കിട്ടില്ലേ? ബോക്സിലെ വോള്യത്തിന് ഒരു സമചതുരക്കട്ടയുടെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൽ എത്ര കട്ടകൾ വെക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാലോ. അപ്പൊ എഴുതിക്കോളൂ, the number of cubes stacked inside the box is equal to 64 divides 8 is equal to 8 cubes. 8 സമചതുരക്കട്ടകളാണ് വെക്കാൻ പറ്റുക. പെട്ടിയിൽ വെക്കാൻ കഴിയുന്ന സമചതുരക്കട്ടകളുടെ എണ്ണം പെട്ടിയിൽ വെക്കാൻ കഴിയുന്ന സമചതുരക്കട്ടകളുടെ എണ്ണം എഴുതിക്കോളൂ. വേഗം അടിയിലത്തെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? വേഗം എഴുതിക്കോളൂ. പെട്ടിയിൽ വെക്കാൻ കഴിയുന്ന സമചതുരക്കട്ടകളുടെ എണ്ണം സമം ആ വലിയ ബോക്സിന്റെ വോള്യത്തിനെ അല്ലെങ്കിൽ കപ്പാസിറ്റിയെ ഒരു സമചതുരക്കട്ടയുടെ കപ്പാസിറ്റി അഥവാ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 64 divides 8 is equal to 8 cubes എന്നുള്ളത് കിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് വൺ. അപ്പൊ ഓരോ കണക്കും വേർഡ് പ്രോബ്ലം ചെയ്ത് പഠിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നോണ്ട് മനസ്സിലാവണമെന്നില്ല. റിപ്പീറ്റ് ചെയ്ത വീഡിയോ കാണുക, അതോടൊപ്പം തന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ പ്രോബ്ലംസും എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, ഓരോന്നും ഓരോ മെത്തേഡിലാണ് ചെയ്യുക, എല്ലാം ഒരേപോലെ എന്ന് വിചാരിക്കാൻ പറ്റില്ല. ഓക്കെ, സെക്കൻഡ് വൺ. The inner side of a rectangular tank are 70 cm, 80 cm, 90 cm. How many liters of water can it contain? എന്താണ്? ചതുരാകൃതിയിലുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ അകത്തെ അളവ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും 70, 80 ആൻഡ് 90 ആണെങ്കിൽ അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന്റെ ആ ടാങ്കിന്റെ കപ്പാസിറ്റി കണ്ടെത്തുക എന്നാണ് അർത്ഥം. അതായത് നമ്മൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? കപ്പാസിറ്റി കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കണ്ടെത്തണം. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഇത് ഹോംവർക്ക് ചെയ്യേണ്ടതാണ്. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞു തരുന്നു. സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് എഴുതണം. ലെങ്ത് ഓഫ് ദി വാട്ടർ ടാങ്ക്, ബ്രെഡ്ത്ത് ഓഫ് ദി വാട്ടർ ടാങ്ക്, ഹൈറ്റ് ഓഫ് ദി വാട്ടർ ടാങ്ക് എന്ന് എഴുതി കപ്പാസിറ്റി ഓഫ് ദി വാട്ടർ ടാങ്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈ തന്നിരിക്കുന്ന 3 അളവുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂബിക് സെന്റിമീറ്ററിലാണ് ഉത്തരം കിട്ടുക. പക്ഷെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും. അതായത് ക്യൂബിക് സെന്റിമീറ്ററിനെ, ഘന സെന്റിമീറ്ററിനെ ലിറ്ററിലേക്കാക്കാൻ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? ഘന സെന്റിമീറ്ററിനെ എന്താക്കാനായിട്ട് നമുക്ക് കിട്ടിയ അളവിനെ ഘന സെന്റിമീറ്ററിനെ ലിറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? അല്ല, ലിറ്ററിനെ ഘന സെന്റിമീറ്റർ ആക്കാനാണ് 1000 കൊണ്ട് ഇൻഡു ചെയ്യേണ്ടത്. ഘന സെന്റിമീറ്ററിലെ അളവിനെ ലിറ്ററിലേക്ക് ആക്കാൻ
എന്തുകൊണ്ട് ചെയ്യണം? ഇവിടെ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന ഉത്തരം ഘന സെന്റിമീറ്ററിലേക്ക് ആയിരിക്കും. ഘന സെന്റിമീറ്ററിലേക്ക് കിട്ടുക, അഥവാ ക്യൂബിക് സെന്റിമീറ്ററിലല്ലേ ഉത്തരം കിട്ടുക. നമുക്ക് വോളിയം ചോദ്യം സെന്റിമീറ്ററിലായതുകൊണ്ട് അതിനെ ലിറ്ററിലേക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മറക്കരുത്, അത് ഹോംവർക്കാണ്. ടീച്ചർ ഇപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അടക്കം പറഞ്ഞു തന്നു. അത് കൃത്യമായിട്ട് 70 × 80 × 90 എന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഘന സെന്റിമീറ്റർ ആണ് എന്തിന്റെ? ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് കിട്ടാം. ഇനി അതിനെ ലിറ്ററിലേക്ക് ആക്കാൻ പറഞ്ഞിരിക്കുന്നു. ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ ലിറ്ററിലേക്ക് ആൻസർ കണ്ടെത്തണമെങ്കിൽ ആ കിട്ടിയ ഉത്തരത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആൻസർ കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പൊ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. ഇന്നത്തെ ക്ലാസ് ഞാൻ ഏകദേശം അവസാനിപ്പിക്കുന്നു. അപ്പൊ ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്ത് ഇന്ന് തന്ന പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കണം. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഓക്കെ, താങ്ക് യു.